പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് കൃപ? പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ പാപം കണക്കിടാതെ രക്ഷയും നിത്യജീവനും സ്വായത്തമാക്കുവാൻ ക്ഷണിക്കുന്ന രക്ഷണ്യ സ്നേഹമാണ് പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന കൃപ എന്നത്. നോക്കി, ഇത് അർഹിക്കാത്ത വ്യക്തിയുടെ മേൽ പകരപ്പെടുന്ന ദൈവിക കരുണയാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം പാപിക്ക് നൽകിയ വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനം ദൈവിക കൃപയാണ്. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവും രക്ഷിതാവുമായി ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഏവർക്കും ദൈവം കൃപ നൽകുന്നു. ഹല്ലേലൂയ. കൃപ സൗജന്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവകൃപയാണ്. പ്രിയ മക്കളെ, ഈ ദൈവകൃപ ഇല്ലെങ്കിൽ നമുക്ക് ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിന്ന് പോകാൻ സാധിക്കുകയില്ല. ദൈവകൃപയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഏത് ഹല്ലേലൂയ കാര്യങ്ങളെയും എന്തെല്ലാം പ്രോബ്ലങ്ങൾ കടന്നു വന്നാലും അതിനെ തരണം ചെയ്ത് ജീവിപ്പാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തെ പൂർണ്ണമായി നിലനിർത്തുന്നതും വീഴാതെ വണ്ണം കാത്തുകൊള്ളുന്നതും കൃപയാണ്. ഹല്ലേലൂയ. നോക്കൂ, 1 പത്രോസ് 5:5 പറയുന്നുണ്ട്, താഴ്മയുള്ളവർക്ക് ദൈവം പ്രത്യേകം കൃപ നൽകുന്നു. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിൽ ഹല്ലേലൂയ കൃപയില്ലെങ്കിൽ നമുക്ക് ഹല്ലേലൂയ നിലനിൽപ്പാൻ സാധ്യമല്ല എന്ന് പല വചനങ്ങളും നമ്മളെ വ്യക്തമാക്കി കാണിക്കുന്നുണ്ട്. അതായത് കൃപയ്ക്ക് ചെയ്യുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, കൃപയ്ക്ക് പഠിപ്പിക്കുവാൻ കഴിയുന്നുണ്ട്. അതായത് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഹല്ലേലൂയ. നോക്കൂ, ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നതാണ്, അത് നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, തത്സമയത്ത് വേണ്ടുന്ന സഹായം നൽകുവാൻ കൃപ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ഹല്ലേലൂയ. നോക്കൂ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായിട്ട് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, എബ്രായർക്ക് ലേഖനം 13:9 പറയുന്നുണ്ട്, സ്ഥിരത നൽകുവാൻ കൃപ നമ്മെ സഹായിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. ആചരിച്ചു പോന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ പ്രിയ മക്കളെ, സ്ഥിരതയോടെ വേണം. ഹല്ലേലൂയ. കൃപയുണ്ടെങ്കിൽ മാത്രമേ സ്ഥിരതയോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ജീവൻ നൽകുവാൻ കൃപ ആവശ്യമാണ്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക്
കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, അത്യന്തം വർദ്ധിക്കുവാൻ കൃപ ആവശ്യമാണ്. തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അത്യന്തം വർദ്ധിക്കുവാൻ കൃപ ആവശ്യമാണ്. അത് ഇവിടെ എന്താ? നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്ക്, പ്രസംഗിക്കുവാനുള്ള കഴിവ് നൽകുവാൻ കൃപ ആവശ്യമാണ്. ഹല്ലേലൂയ. എഫേസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 8-9 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവ കൃപയുണ്ടെങ്കിൽ മാത്രമേ കർത്താവപ്പച്ചനെ കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ ഹല്ലേലൂയ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കണമെങ്കിൽ യേശു അപ്പച്ചന്റെ ആ ദൈവകൃപ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവകൃപ ആവശ്യമാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയാൽ അത്രേ. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും ഇത് പറയുവാനിടയായിത്തീരും. ഹല്ലേലൂയ. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാം, നമ്മളായിരിക്കുന്നത് ദൈവകൃപയാൽ മാത്രമാണ്. ഹല്ലേലൂയ. നോക്കൂ, ഹല്ലേലൂയ, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയാലാണ് ഞാൻ സകലതും യേശു അപ്പച്ചന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറയുവാൻ ഓരോ മക്കളും ധൈര്യത്തോടെ ഈ ദിവസങ്ങളിൽ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുക. ഹല്ലേലൂയ. ദൈവകൃപയുണ്ടെങ്കിൽ നമുക്ക് ഹല്ലേലൂയ ദൈവത്താൽ അനുഗ്രഹം പ്രാപിപ്പാൻ, ദൈവത്തിന്റെ ഹല്ലേലൂയ സത്യസുവിശേഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കും. പ്രിയ മക്കളെ, ഈ ദൈവകൃപയ്ക്കായിട്ട് ഹല്ലേലൂയ നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കണം. ഇത് സൗജന്യമായി തരുന്നതാണ്. ഹല്ലേലൂയ. ഇതെല്ലാവർക്കും ലഭിക്കുന്നതാണ് പ്രിയ മക്കളെ. പക്ഷേ നമ്മൾ ഹല്ലേലൂയ നമ്മെ തന്നെ ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കണം. ഹല്ലേലൂയ. ദൈവകൃപ സൗജന്യമായി ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അത് കൃപയാൽ മാത്രമേ ഒക്കത്തുള്ളൂ. ദൈവത്തിന്റെ സന്നിധി നമ്മൾ ഇരുന്ന് എടുത്തെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ അല്പസമയങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ വേർപെട്ടായി തീരാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവമേ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, കർത്താവിന് വേണ്ടി ഹല്ലേലൂയ പ്രയോജനപ്പെടുത്തി എടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും ദൈവമേ അങ്ങയുടെ കൃപ ഹല്ലേലൂയ പകർന്നു കൊടുക്കണമേ. എൻ്റെ അപ്പൻ ഓരോ മക്കളെയും കുറിച്ച് എന്താഗ്രഹിക്കുന്നു അപ്രകാരം ഓരോരുത്തരും ആയിത്തീരുവാനുള്ള കൃപ ഓരോ മക്കളുടെ മേലും പകരണം. കർത്താവേ, ഉത്സാഹത്തോടെ മടുപ്പില്ലാത്തവരായി ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി ഇരുന്ന് ഹല്ലേലൂയ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ എല്ലാവർക്കും ഇടയായി തീരണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. വലിയ ആത്മീയ സന്തോഷം ഓരോ മക്കളുടെ ജീവിതത്തിൽ പാരണമേ. ദിനംതോറുമുള്ള വചനം കർത്താവേ ആത്മീയം എന്നെ ഭക്ഷിച്ച് ബലം പ്രാപിപ്പാൻ എല്ലാവരെയും ഇടയാക്കണമേ. ഞങ്ങളെ എത്ര അത്ഭുതകരമാണ് ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവേ. അങ്ങ് ഞങ്ങളെ നടത്തുന്ന എല്ലാ വഴികൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ദൈവകൃപയെ നിലനിർത്തണം. കർത്താവിന്റെ കൃപ ഓരോ മക്കളോട് കൂടെ ഉണ്ടായിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.